ശ്രീ വിജി തമ്പി, ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള 90% ക്ഷേത്രങ്ങളിലും CPM കൈകടത്തലുകൾ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പല രീതിയിൽ, പ്രത്യേകിച്ച് ഉത്സവാന്തരീക്ഷം തകർക്കുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് ഇതിനു മുൻപും കണ്ടിട്ടുള്ളതാണ്. ഏറ്റവും ഒടുവിലായാണ് നമ്മൾ കൃത്യമായി ഈ രാഷ്ട്രീയ ചിഹ്നങ്ങൾ അവർ ക്ഷേത്ര പരിസരത്ത് ഒളിച്ചു കടത്തുന്ന പ്രവണതയിലേക്ക് കൂടി വന്നത്. അത് കണ്ണൂരിലെ ദേവീക്ഷേത്രം, കടയ്ക്കൽ ദേവീക്ഷേത്രം, ഏറ്റവും ഒടുവിലായി നമ്മൾ കാണുന്നുണ്ട് ആറ്റിങ്ങലുള്ള ഇണ്ടളയപ്പൻ ക്ഷേത്രം. ഇവിടെയെല്ലാം രാഷ്ട്രീയ ചിഹ്നങ്ങളും രാഷ്ട്രീയ കൊടിതോരണങ്ങളും പാട്ടുകളും ഒക്കെ ഒളിച്ചു കടത്തുന്ന ഒരു പ്രവണത കണ്ടു. വലിയ വിമർശനങ്ങൾക്ക് ഇത് വിധേയമായി പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിമർശന സ്വരങ്ങൾ ഉയരുകയും ചെയ്തു. പക്ഷേ അപ്പോഴും അവരുടെ ആ ഗൂഢലക്ഷ്യം എവിടെയൊക്കെ പ്രാവർത്തികമാക്കാമോ അവിടെയെല്ലാം പ്രാവർത്തികമാക്കാനുള്ള നീക്കം ഇപ്പോഴും നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ തവണയുള്ള തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്തൽ എപ്രകാരമായിരുന്നു എന്നുള്ളത് എല്ലാവരും കണ്ടതാണ്. ഇത്തവണയെങ്കിലും വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസങ്ങൾക്ക് മുറിവേൽക്കാതെ സമാധാനപരമായി ആചാരപരമായി തന്നെ അത് മുന്നോട്ട് പോകണം എന്ന് നിഷ്കർഷയുണ്ട്. അതനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോഴാണ് ഈ അവലോകന യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ ഇത്തരത്തിൽ മതചിഹ്നങ്ങൾ പാടില്ല എന്നുള്ള ഒരു ഒളിച്ചുകടത്തൽ തന്നെയാണ്, ആ നിഗൂഢ ലക്ഷ്യം പ്രാവർത്തികമാക്കാനുള്ള ഒരു പ്രസ്താവന. ഇതാരെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് എന്നുള്ളതാണ്. കാരണം കുറച്ച് മാസങ്ങൾക്ക് മുൻപ് പാലക്കാട് തൃത്താലയിൽ ഇസ്ലാം മതവിശ്വാസവുമായി ബന്ധപ്പെട്ട ഉറൂസിനിടയ്ക്ക് ആനപ്പുറത്ത് ഹമാസ് ഭീകരവാദികളുടെ ചിത്രം എഴുന്നള്ളിപ്പിക്കുകയുണ്ടായി. ആ എഴുന്നള്ളത്തിനെ വാർത്താമാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അതിനെതിരെ ഒരക്ഷരം പോലും ഉരിയാടാൻ ഇവരാരും തയ്യാറായില്ല. അതേ CPM നിലപാടാണ് ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിൽ മതചിഹ്നങ്ങൾ പാടില്ല എന്നുള്ള ആർജവത്തോടുകൂടി ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്. ഇത് ആരെ തൃപ്തിപ്പെടുത്താനുള്ളതാണ് എന്നുള്ളതാണ് ഇത്തരം പ്രസ്താവനകൾ. പ്രധാനമായിട്ടും ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ CPMന്റെ താത്വികാചാര്യനായിരുന്ന സാക്ഷാൽ EMS നമ്പൂതിരിപ്പാട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസങ്ങൾ നശിക്കുമെന്നാണ്. അങ്ങനെ ഒരു ആളുടെ പിൻതലമുറക്കാരാണ് ഇന്ന് CPMലുള്ളവർ. അപ്പം CPMന്റെ ലക്ഷ്യം എന്താണ്? ഒരു ക്ഷേത്രത്തെ നന്നാക്കണമോ, അത് ആ ക്ഷേത്രത്തിലെ ദേവന്റെ ചൈതന്യം വർദ്ധിപ്പിക്കണോ, അതോ ആ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് സൗകര്യമൊരുക്കണോ? ഇതല്ലല്ലോ അവരുടെ ലക്ഷ്യം. അപ്പം അവരുടെ ലക്ഷ്യം കൃത്യമാണ്, അത് ഗൂഢമായ ലക്ഷ്യമാണ്. ഓരോ ക്ഷേത്രങ്ങളിലെയും ചൈതന്യം നശിപ്പിക്കുക. ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കാമോ അത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കി ഭക്തജനങ്ങളെ ക്ഷേത്രങ്ങളിൽ നിന്ന് അകറ്റുക. ആ ക്ഷേത്രത്തിലെ എല്ലാ രീതിയിലുള്ള ചൈതന്യത്തെയും നശിപ്പിക്കുക. അതിനുള്ള ഓരോ വിദ്യകളാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, അവിടുത്തെ പൂജാദ്രവ്യങ്ങൾ എല്ലാം അശുദ്ധമായതാണ്. പ്രത്യേകിച്ചും ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ, ആ ക്ഷേത്രങ്ങളിലെ ഓരോ സ്ഥലത്തും ഓരോ കൗണ്ടറുകൾ, അതായത് അവിടത്തേക്കുള്ള എണ്ണയായാലും പൂവായാലും അല്ലെങ്കിൽ മറ്റു സാധനങ്ങളായാലും കൗണ്ടറുകൾ ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും രൂപ വിലയ്ക്കാണ് ലേലത്തിന് കൊടുക്കുന്നത്. ഞാൻ അതിനെപ്പറ്റി വിശദമായി അന്വേഷിച്ചപ്പോൾ ആ കൗണ്ടറിൽ വാടകയ്ക്ക് എടുത്തിരിക്കുന്ന പല ആൾക്കാരും, പലരും ഹിന്ദു നാമധാരിയാണെങ്കിലും അതിന് പലരും ഫൈനാൻസ് ചെയ്തിരിക്കുന്നത് മറ്റു മതക്കാരാണ്. അപ്പം ഇവർ പറയുന്നത് എന്താ? ഞങ്ങൾ ഇത്രയും രൂപ കൊടുത്ത് ലേലത്തിൽ പിടിച്ചിരിക്കുകയാണ്, ഞങ്ങൾക്ക് ഇത്രയും നല്ല സാധനങ്ങൾ കൊണ്ടുവച്ചാൽ ഞങ്ങൾക്ക് മുതലാവില്ല. അപ്പം ഏറ്റവും മോശം സാധനങ്ങൾ, ഏറ്റവും വില കുറഞ്ഞ സാധനങ്ങൾ എവിടെ കിട്ടുമോ ആ സാധനങ്ങളാണ് ക്ഷേത്രത്തിലെ കൗണ്ടറുകളിൽ വെച്ച് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ സാധനങ്ങൾ വെച്ച് ദേവനെ പൂജിച്ചാൽ, പൂജാദ്രവ്യങ്ങൾ, പൂ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഏറ്റവും മോശമായതാണ്, വിഷമടിച്ച പൂവാണ് പല സ്ഥലത്തും കിട്ടുന്നത്. ഇത് വെച്ച് ദേവനെ പൂജിച്ചാൽ ആ ചൈതന്യം നന്നാവുമോ ചൈതന്യം മോശമാവുമോ? ഇത് ഒരു അജണ്ട. രണ്ടാമത്തെ അജണ്ട, കൃത്യമായിട്ട് ക്ഷേത്രങ്ങളിൽ അവിടുത്തെ ഉദ്യോഗസ്ഥരെ, അതായത് അടിച്ചുതളി മുതൽ മേൽശാന്തി വരെ, അതുപോലെ തന്നെ മറ്റ് അവിടുത്തെ ഓഫീസ് ഉദ്യോഗസ്ഥരെ കൃത്യമായിട്ട് CPMന്റെ ആ അജണ്ട പരിപാലിച്ചു പോകുന്ന ആൾക്കാരെ തിരഞ്ഞു പിടിച്ച് പ്രധാന ക്ഷേത്രങ്ങളിൽ, മഹാക്ഷേത്രങ്ങളിൽ അവർ നിയമിക്കുകയാണ്. അപ്പോൾ ആ മഹാക്ഷേത്രങ്ങളുടെ ചൈതന്യത്തെ പൂർണ്ണമായി നശിപ്പിക്കണം. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഒരു ദേവന് പൂജ ചെയ്താൽ, കൃത്യമായി പൂജ ചെയ്താൽ മാത്രമല്ലേ ദേവന് ചൈതന്യം ഉണ്ടാവൂ? കേരളത്തിൻ്റെ പ്രത്യേകതയാണ്, ഇവിടെ ഷടാധാര പ്രകാരമുള്ള പ്രതിഷ്ഠകളാണ് കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം. അപ്പോൾ അത് കൃത്യമായ രീതിയിൽ പൂജകൾ ചെയ്യണം, കൃത്യമായ രീതിയിൽ ഉത്സവങ്ങൾ നടക്കണം, അതുപോലെ തന്നെ കൃത്യമായി അവിടെ ഭാവസക്താവം പോലെയുള്ള ചടങ്ങുകൾ നടക്കണം. അപ്പോഴാണ് ക്ഷേത്രത്തിൻ്റെ ചൈതന്യം വർദ്ധിക്കുന്നത്. ആ ചൈതന്യം വർദ്ധിക്കാതിരിക്കണം, ആ ക്ഷേത്രത്തിൻ്റെ ചൈതന്യം നശിക്കണം. ഒരാളൊരു ക്ഷേത്രത്തിൽ പോകുന്നത് എന്തിനാ? തനിക്കൊരു പോസിറ്റീവ് എനർജി കിട്ടാനാണ്, തൻ്റെ മനസ്സിലെ വിഷമങ്ങൾ ആ ദേവനോട് തുറന്നു പറഞ്ഞ് അതിനൊരു പരിഹാരം കാണാനാണ്, അല്ലെങ്കിൽ തൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ ദേവനോട് പറഞ്ഞ് അത് സാധിച്ചെടുക്കാനാണ്.
ഇങ്ങനെ പല പല കാര്യങ്ങൾക്കാണ് ക്ഷേത്രത്തിൽ പോകുന്നത്. അല്ലാതെ നിഷ്കാമമായിട്ട് ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുന്നത് വളരെ കുറവാണ്. അപ്പൊ അങ്ങനെ പോകുമ്പോൾ ആ ദേവന്റെ ചൈതന്യം തന്നിലേക്ക് ആവാഹിക്കപ്പെടണം. അതിനാണ് അവർ ക്ഷേത്രത്തിൽ പോകുന്നത്. അപ്പൊ ആ ചൈതന്യം നശിച്ചുകൊണ്ടിരുന്നാൽ അപ്പൊ ഇതെല്ലാം CPM കൃത്യമായ അജണ്ടകളാണ്. അപ്പൊ ഉത്സവത്തെ നശിപ്പിക്കണം. ഉത്സവം എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിന്റെ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ്. ഒരു വാർഷിക ഉത്സവമെങ്കിലും ഒരു ക്ഷേത്രത്തിൽ നടത്തിയിരിക്കണം എന്നുള്ള ചിട്ടയാണ്. അവർ ക്ഷേത്രം നിർമ്മിക്കുമ്പോഴുള്ള ചിട്ടയുടെ ഭാഗമാണ്. ആ ഉത്സവത്തെ നശിപ്പിക്കുക. ഇങ്ങനെ ഓരോങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഇവർക്ക് എന്തിനാണ് ഈ ക്ഷേത്രങ്ങളിൽ ഒരു വിപ്ലവഗാനം വയ്ക്കുന്നത്? അപ്പൊ അവരുടെ കുറെ ആൾക്കാരെ അവിടെ കൊണ്ടുവന്ന് ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് അകറ്റണം. അപ്പൊ പാർട്ടിയുടെ ഒരു വേദിയാക്കി ക്ഷേത്രങ്ങളെ മാറ്റണം. ഞാൻ ചോദിക്കട്ടെ, ഇത് കൃത്യമായ അജണ്ടയില്ലേ? ഈ CPM കൃത്യമായ രീതിയിൽ ദേവസ്വം ബോർഡുകൾ കൈയടക്കുകയും ദേവസ്വം മന്ത്രി CPM കാരനായും തുടങ്ങിയത് എന്നോട്ടാണ് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ശബരിമല യുവതി പ്രവേശനത്തിൽ വന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട്, ആ പ്രക്ഷോഭത്തിന് ശേഷമാണ് ദേവസ്വം ബോർഡ് കൃത്യമായിട്ടും CPM കൈപ്പിടിയിലേക്ക് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ CPM മന്ത്രി ദേവസ്വം മന്ത്രിയാവുന്നത്. നേരത്തെയൊക്കെ അതിൽ ഘടകകക്ഷികൾക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ അതെല്ലാം ഒരു കൃത്യമായ അജണ്ടയാണ്. അപ്പൊ ഈ അജണ്ട നടപ്പാക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. അപ്പൊ ദേവസ്വം ക്ഷേത്രങ്ങൾ ഇന്നും ഭക്തജനങ്ങളെ സംബന്ധിച്ചോളം ഭക്തജനങ്ങൾ ദേവസ്വം ക്ഷേത്രങ്ങളിൽ കൊണ്ടുവന്ന് ലക്ഷക്കണക്കിന് രൂപ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഈ പൈസ മാത്രമാണ് ഇവർ എടുത്തുകൊണ്ട് പോകുന്നത്. ക്ഷേത്രത്തെ നശിപ്പിക്കുക, കിട്ടുന്ന പൈസ ഉണ്ടാക്കുക. ഇപ്പോഴും നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ ദയവ് ചെയ്തുകൊണ്ട് പൈസ ഇടരുതേ. പറ്റുമെങ്കിൽ 1 രൂപയുടെ ഒരു കോയിൻ കൊണ്ടിടുക. ഭഗവാൻ പൈസയ്ക്ക് വേണ്ടിയല്ലല്ലോ അവിടെ ഇരിക്കുന്നത്. അപ്പൊ ഇവരെ ഇനി ക്ഷേത്രത്തിൽ നിന്ന് അകറ്റാൻ ഇതേ മാർഗമുള്ളൂ. വരുമാനമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ക്ഷേത്രങ്ങൾ ഉപേക്ഷിച്ച് ഇവർ പൊയ്ക്കോളും. അപ്പോൾ നമുക്ക് തിരിച്ചു പിടിക്കാം. ഇവിടെ ഹൈന്ദവ സംഘടനകളുണ്ട്, ഇവിടെ ആത്മാഭിമാനമുള്ള ഹൈന്ദവരുണ്ട്. അവർ ക്ഷേത്രങ്ങളെ തിരിച്ചു പിടിച്ച് അവർക്ക് കൃത്യമായി നടത്താൻ പറ്റും. അല്ലാതെ ഇവരെ പെട്ടെന്നൊന്നും ഒഴിച്ചു വിടാൻ പറ്റില്ല. നിയമപരമായിട്ടും അല്ലെങ്കിൽ മറ്റു രീതിയിലും. ഇപ്പം വിശ്വഹിന്ദു പരിഷത്തിനെ സംബന്ധിച്ചോളം വർഷങ്ങളായിട്ട് സുപ്രീം കോടതിയിൽ ഇതിനു വേണ്ടി കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലെ മറ്റു പല സ്റ്റേറ്റുകളിലെയും ക്ഷേത്രങ്ങൾ ഭക്തജനങ്ങൾക്ക് വിട്ടുകൊടുക്കണമെന്നുള്ള രീതിയിൽ സുപ്രീം കോടതിയിൽ 10-11 വർഷമായിട്ട് ഈ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ഓരോ സിറ്റിംഗ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനൊക്കെ ഈ കോടതികൾ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ താമസം വരും. പക്ഷെ ഭക്തജനങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ദേവസ്വം ബോർഡിനെ ക്ഷേത്രത്തിൽ നിന്ന് ഇറക്കി വിടാം. ഇനിയെങ്കിലും ഭക്തജനങ്ങൾ വിചാരിക്കണം. ഈ തൃശ്ശൂർ പൂരം കലക്കുന്നു, ഓരോ ക്ഷേത്രങ്ങളിലെ ഉത്സവം കലക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം വെള്ളായണി ക്ഷേത്രത്തിൽ കാവിക്കൊടി കെട്ടാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ തിരുവനന്തപുരത്ത് തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ക്ഷേത്രമായ യക്ഷ്യം ആൽത്രയിൽ അവിടെ കാവിക്കൊടി കെട്ടാൻ പാടില്ല എന്ന് പറഞ്ഞു. കാവിക്കൊടി അല്ലാതെ ക്ഷേത്രത്തിൽ പിന്നെന്താ കമ്മ്യൂണിസ്റ്റുകാരുടെ ചുവന്ന കൊടി കെട്ടാൻ പറ്റുമോ? കാവി എന്ന് പറയുന്നത് ഈശ്വരീയമാണ്. അത് ഹിന്ദുവിന്റെ ചിഹ്നമാണ്, ഹിന്ദുവിന്റെ നിറമാണ്. അല്ലാതെ പാർട്ടിയുടെ നിറമല്ലത്. അതെങ്കിലും മനസ്സിലാക്കുക ഇനിയെങ്കിലും.